ആർദ്ര നക്ഷത്രം, അതായത് തിരുവാതിര നക്ഷത്രം, ഇവർക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകളും അങ്ങനത്തെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരെ കൂടുതൽ ഉത്സാഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പുതിയ ഗാഡ്ജറ്റ്, ഐഫോൺസ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വളരെ ക്യൂരിയോസിറ്റി ഇവർക്ക് കൂടുതലായിരിക്കും. ഇവർ വാക്കിലും പ്രവൃത്തിയിലും വ്യക്തമായ സുതാര്യത എന്തായാലും പുലർത്തും. തങ്ങളുടെ ഇഷ്ട തീരുമാനത്തിൽ എതിരായി നിൽക്കുന്നവരെ ഇവർ അവഗണിക്കാറില്ല. അവർക്ക് വേണ്ടി ഇവരുടെ തീരുമാനങ്ങൾ മാറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വളരെ കൂടുതലായിരിക്കും. അതിന് മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പഴിചാരേണ്ടിയും വരും. അതുകൊണ്ട് സ്വന്തം തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക. നിങ്ങൾ വികാരപരമായിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ലോജിക്കോടെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഏപ്രിൽ 5, 14, 22 ഈ 3 ദിനങ്ങളിലും ഇവർക്ക് ധനലഭ്യത വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ സീനിയർ മാനേജർമാർക്ക് കൂടുതൽ ദുഷ്കരമായ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ മാറ്റം ആലോചിക്കുന്നവർക്ക് നല്ലൊരു അവസരം ഉണ്ടാകും. പക്ഷേ ഉടനടി ഒരു തീരുമാനം എടുക്കരുത്, ഉടനടി രാജിവെക്കരുത്, ഉടനടി ഒരു തൊഴിലിലേക്ക് നിങ്ങൾ പോവുകയും അരുത്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് തീരുമാനം ഉടനടി എടുക്കേണ്ടി വരും. അതിനാൽ വ്യക്തിഗത തീരുമാനം, വ്യക്തിഗത ആലോചന വളരെ കൂടുതൽ ആവശ്യമാണ്. ഏപ്രിൽ 4, 12, 26 ധനസമ്പാദ്യത്തിന് വളരെ അനുയോജ്യമായ ഒരു ദിവസമാണ്. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ചില ചെലവുകൾ കൂടി വന്നേക്കാം. അതുകൊണ്ട് അത് ചെലവാക്കണോ വേണ്ടയോ എന്ന് മുൻകൂട്ടി ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. ഒരിക്കലും ഒരു രണ്ടാമത് ഒരാളെ അതിൽ ഉൾപ്പെടുത്തരുത്. അയാളോട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. നിങ്ങളുടെ തീരുമാനം എന്താണോ അത് മാത്രം അവിടെ നടപ്പിലാക്കുക. നിങ്ങൾ കൂടുതലും വൈകി ഉറങ്ങുന്നവരായിരിക്കും. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇനി ഉറങ്ങുകയാണെങ്കിൽ സമയത്ത് ഉറങ്ങുകയും വേണം, ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുകയും വേണം. കഴിയാത്ത ജോലി ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയുക. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ആരോഗ്യം ശ്രദ്ധിക്കുക. വൈകി ഉറങ്ങരുത്. കുടുംബത്തിൽ മുതിർന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ക്ഷമയോടെ സംസാരിക്കുക. അവരെന്ത് പറഞ്ഞാലും അത് കേട്ടും കൊണ്ടിരിക്കുക. വിവാഹം, പ്രണയം, കുടുംബബന്ധം എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാവുന്ന മാസമാണ് ഏപ്രിൽ. ബന്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചിട്ട് കൂടുതൽ ആലോചിക്കണം. ചിലർ പുതിയ ബന്ധം തുടങ്ങാൻ സാധ്യതയുണ്ട്. ചിലർ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. അത് പിന്നീട് ദോഷം ചെയ്യും. മനസ്സിലാകാത്ത ഒരു നിരാശയും ഒരു വിഷമവും സ്വാഭാവികമായിട്ടും ഏപ്രിലിൽ വരാം. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക. പ്രകൃതിയുമായി ഇണങ്ങി നടക്കുക. നീല, വെള്ള, പച്ച നിറങ്ങൾ എന്നീ വസ്ത്രങ്ങൾ മാത്രം ഏപ്രിൽ ഉപയോഗിക്കുക. ശാന്തത അനുഭവപ്പെടും. ചൊവ്വാഴ്ച ഒരു ചെറിയ ദാനധർമ്മമാവാം. സൂര്യനെ രാവിലെ എണീച്ചതും തൊഴുകുന്നതും നല്ലതായിരിക്കും. ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ യൂടോക്ക് ഇന്നർ വോയിസ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട്. അതിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം, നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത്. പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക. അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല. പക്ഷേ കാലക്രമേണ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് ശരിയായി എന്നുള്ളത്. അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്.